നാല് ഭാഗവും മലനിരകളാൽ ചുറ്റപ്പെട്ട പ്രദേശം. മധ്യഭാഗത്തൂടെ ഗംഗാവാലി പുഴ. വർഷകാലത്ത് കാഹളം മുഴക്കിയും അല്ലാത്തപ്പോൾ സൗമ്യമായും ഒഴുകുന്ന പുഴ ഇപ്പോൾ ഇത് കലങ്ങി മറഞ്ഞ നിലയിലാണ്. കഴിഞ്ഞ വർഷം, അതായത് ജൂലൈ 15-ന് ശക്തമായ മഴയാണ് ഈ ഉത്തര കന്നഡ മേഖലയിൽ ആകെ ഉണ്ടായത്. ഏതാണ്ട് 20 സെൻറ്റിമീറ്ററിലേറെ മഴ പെയ്തു എന്നാണ് അന്നത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഷിരൂർ കുന്നിൻ്റെ താഴ്വാരത്താണ്, ഗംഗാവാലി പുഴയുടെ തീരത്താണ്. ജൂലൈ 15-ന് രാത്രി ബൽഗാവിൽ നിന്നും കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയായ അർജുൻ തടിയുമായുള്ള അദ്ദേഹത്തിൻ്റെ ബെൻസ് ലോറി ഈ ഭാഗത്തേക്കാണ് എത്തിയത്. ഏതാണ്ട് 16-ന് പുലർച്ചയോട് കൂടിയാണ് അർജുൻ്റെ ട്രക്ക് എത്തിയത് എന്നാണ് അനുമാനിക്കപ്പെടുന്നത്. മുകൾ ഭാഗത്ത് നീരുറവയുണ്ട്, മറുഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ദാബയുണ്ട്. കാരണം അവിടെ ചായ കുടിച്ചുമൊക്കെ രാവിലെ അവിടുന്ന് യാത്ര തുടരാം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയായിരിക്കണം അർജുൻ ഈ ഭാഗത്തേക്ക് ട്രക്ക് ഒതുക്കി ഇവിടെ ട്രക്കിൻ്റെ അകത്ത് AC ഇട്ടതിന് ശേഷം കിടന്നുറങ്ങിയത്. 4 മണിയോടുകൂടി അർജുൻ ഇവിടെ എത്തി എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 6 മണിയോടുകൂടി തന്നെ അർജുൻ്റെ ട്രക്ക് മറ്റ് ഡ്രൈവർമാർ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ ഡ്രൈവർമാർ ഇവിടെ കണ്ടിട്ടുണ്ട്. ഏതാണ്ട് ഈ മേഖലയിലായിരിക്കണം അദ്ദേഹത്തിൻ്റെ ട്രക്ക് ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ തരത്തിൽ ഈ കുന്ന് നമുക്ക് നോക്കിയാൽ കാണാം, ഏതാണ്ട് 90 മീറ്ററോളം താഴ്ചയിലാണ് ആ കുന്നുള്ളത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് ഏതാണ്ട് 125 മീറ്ററോളം നീളം, അതായത് മണ്ണ് ഇടിഞ്ഞ മാത്രം ഭാഗമാണ് ഈ പറയുന്നത്. ദേശീയപാതയിലെ നിർമ്മാണത്തിലെ ചില പ്രശ്നങ്ങൾ കുന്നിടിച്ചത് അശാസ്ത്രീയമാണ് എന്നുള്ള ആരോപണങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നു. ഏതായാലും 90 മീറ്ററോളം മുകൾ ഭാഗത്ത് നിന്ന് കുന്നിടിഞ്ഞ് ഏതാണ്ട് 125 മീറ്ററോളം നീളത്തിൽ കുന്നിടിഞ്ഞ് 90,000 മീറ്റർ ക്യൂബ് മണ്ണ് ഒന്നിച്ച് താഴോട്ട് പതിക്കുന്ന ഒരു സാഹചര്യമാണ് അന്ന് രാവിലെ ഏതാണ്ട് 8 മണിയോടെ സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇതിൻ്റെ കൈനറ്റിക് എനർജിയിൽ ഏതാണ്ട് 100 മീറ്ററോളമാണ് അർജുൻ്റെ ട്രക്ക് ഈ ഭാഗവും കടന്ന് ഗംഗാവാലി പുഴയുടെ ഉൾഭാഗത്തേക്ക് ഏതാണ്ട് മധ്യഭാഗത്തേക്ക് എടുത്തെറിഞ്ഞത്. ആദ്യഘട്ടത്തിൽ ഈ തെരച്ചിലോ പരിശോധനകളോ കൃത്യമായ രീതിയിൽ നടത്തിയിരുന്നില്ല. ജില്ലാ ഭരണകൂടം കൃത്യമായി ഇടപെട്ടില്ല. പ്രത്യേകിച്ച് ശക്തമായ മഴയായിരുന്നു, അതോടൊപ്പം തന്നെ പ്രതികൂല കാലാവസ്ഥയായിരുന്നു. ഗംഗാവാലി പുഴയിൽ അടിയൊഴുക്ക് ശക്തമായിരുന്നു. ആ ഘട്ടത്തിൽ അവർ മാറി നിൽക്കുകയും അതോടൊപ്പം തന്നെ നിസ്സംഗത പുലർത്തുന്ന ഒരു സമീപനമായിരുന്നു എടുത്തിരുന്നത്. ഏതാണ്ട് 11ഓളം ആളുകൾ മരിച്ചപ്പോൾ പോലും അത്തരത്തിലുള്ള സമീപനമായിരുന്നു ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ അർജുൻ ഈ ഭാഗത്തുണ്ടായിരുന്നോ എന്നുള്ള അടക്കമുള്ള സംശയങ്ങൾ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. ഏതായാലും ഈ ഡ്രൈവർമാരുടെയൊക്കെ മൊഴിയുടെ അടിസ്ഥാനം അല്ലെങ്കിൽ അവർ നൽകിയിരിക്കുന്ന വിശദീകരണങ്ങളൊക്കെ അടിസ്ഥാനത്തിൽ അർജുൻ്റെ ട്രക്ക് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള നിഗമനത്തിലെത്തുകയും തെരച്ചിലുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങൾ ശക്തമായി പ്രതിരോധം തീർക്കുകയൊക്കെ ചെയ്ത ഒരു ഘട്ടത്തിലാണ് ജില്ലാ ഭരണകൂടം ഉണർന്നു പ്രവർത്തിക്കുന്ന ഒരു നിലയിലേക്ക് എത്തിയത്. പിന്നീട് ജില്ലാ ഭരണകൂടം കരസേനയെ എത്തിക്കുന്നു, അതോടൊപ്പം തന്നെ നാവികസേനയെ എത്തിക്കുന്നു, അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഇവിടെ തെരച്ചിൽ നടത്തുന്നു. പക്ഷേ പ്രതികൂല കാലാവസ്ഥയും അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഈ മെറ്റൽ കലർന്ന കല്ലിൻ്റെയൊക്കെ സാന്നിധ്യം കൊണ്ട് ഈ ട്രക്ക് കണ്ടെത്താനോ കഴിഞ്ഞിരുന്നില്ല. ആദ്യഘട്ടത്തിൽ ഈ പുഴയിൽ, ഗംഗാവാലി പുഴയിൽ പരിശോധന നടത്തി, നാവികസേന സോണാർ പരിശോധനയൊക്കെ നടത്തിയെങ്കിൽ പോലും അവിടെ ട്രക്കിൻ്റെ സാന്നിധ്യം കണ്ടെത്താത്തത് കൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള തെരച്ചിലാണ് പിന്നീട് ഈ മലയുടെ കീഴ്ഭാഗത്ത് നടത്തിയിരുന്നത്. ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്തൊക്കെ അന്ന് വലിയ ഉയരത്തിലുള്ള മണ്ണ് വന്നിരുന്നു, ഏതാണ്ട് 10 മീറ്ററോളം ഉയരത്തിലുള്ള മണ്ണ് വന്നിരുന്നു. ഈ മണ്ണൊക്കെ നീക്കം ചെയ്തതിന് ശേഷം ഇവിടെ തെരച്ചിൽ നടത്തുകയും ചെയ്തു. പക്ഷേ
ആദ്യത്തെ 3 ഘട്ടത്തിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. പിന്നീടും ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിച്ച് ഉള്ള പരിശോധന നടത്തി. നമുക്ക് കാണാം, ഈ പുഴയിലേക്ക് നോക്കിയാൽ കാണാം, ഗംഗാവാലി പുഴയിലേക്ക് ഈ കുന്നിടിഞ്ഞ് വന്നിരിക്കുന്ന മൺകൂനകളാണ് ഇപ്പോഴും അവിടെയുള്ളത്. ഏതാണ്ട് 30 മീറ്ററോളം ആഴ്ചയുള്ള ഒരു സ്ഥലം കൂടിയാണത്. ആ താഴ്ചയിലാണ് ഇത്രയും ഉയരത്തിൽ മണ്ണ് നിൽക്കുന്നത്. ഏതാണ്ട് ഇപ്പോഴും 5 മീറ്ററോളം ഉയരത്തിൽ മണ്ണ് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ മണ്ണ് ഇതുവരെ നീക്കം ചെയ്യാത്തതുണ്ട്. ഏതായാലും അന്ന് ഈ ഭാഗത്ത് നടത്തിയ തെരച്ചിൽ ആദ്യഘട്ടത്തിൽ അവിടെയുള്ള മണ്ണ് നീക്കം ചെയ്തു. പിന്നീട് ഓരോ ഘട്ടം ഘട്ടമായി ഓരോ ഭാഗത്തേക്ക് മുകൾ ഭാഗത്തേക്ക് പതിയെ മുകളിലെ ഭാഗത്തേക്ക് വന്ന് പരിശോധന നടത്തി. അതിനുശേഷമാണ് ഏതാണ്ട് ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്ത് നിന്ന് ഏതാണ്ട് ഒരു 35-40 മീറ്റർ ഉൾഭാഗത്തായി അർജുൻ്റെ ട്രക്ക് കണ്ടെത്തിയത്. രാവിലെ അർജുൻ്റെ ട്രക്ക് കണ്ടെത്തുന്നു. അതിനുശേഷം അവിടെ നിന്ന് ഉച്ചയോടുകൂടി അർജുൻ്റെ ട്രക്ക് ഉയർത്തുന്നത് നമുക്കറിയാം. വളരെ വൈകാരികമായ നിമിഷങ്ങളായിരുന്നു അത് ഉണ്ടായിരുന്നത്. ആ ട്രക്ക് ഉയർത്തുമ്പോൾ അതിൻ്റെ ഉൾഭാഗത്ത് അതിൻ്റെ ക്യാബിനിൽ അർജുൻ്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കൂടി കണ്ടെത്തിയിരുന്നു. അതിനുശേഷം DNA പരിശോധന നടത്തി അർജുനാണെന്ന് സ്ഥിരീകരിച്ചു. പിന്നീട് നാട്ടിലേക്ക് കൊണ്ടുപോയി. 1 വർഷം തികയാണ്. ഈ ഷിരൂർ കുന്നിൻ്റെ താഴ്വാരത്തുണ്ടായിരിക്കുന്ന അപകടം വലിയ തരത്തിലുള്ള സൂചനകളും മുന്നറിയിപ്പുകളാണ് നമുക്ക് മുന്നിലുള്ളത്. കാരണം ദേശീയപാത നിർമ്മാണത്തിലെ അപാകത, കുന്നിടിച്ചതുമായി ബന്ധപ്പെട്ട അപാകത ഏത് രീതിയിൽ വലിയ ശക്തമായ ഇത്തരത്തിലുള്ള അപകടങ്ങളിലേക്ക് വഴിവെക്കുമെന്നുള്ള സൂചനകൾ കൂടിയായിരുന്നു അന്ന് നൽകപ്പെട്ടത്. പക്ഷേ ഇപ്പോഴും നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യം, ഈ അപകടാവസ്ഥയിലായ കുന്നിൻ മുകളിലുള്ള ആ മണ്ണ് നീക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ മണ്ണ് ഒലിച്ച് പുഴയുടെ മധ്യഭാഗത്ത് കിടക്കുന്ന ആ മൺതിട്ടകളും ഇതുവരെ എടുത്തു മാറ്റാനും സാധിച്ചിട്ടില്ല എന്നുള്ളത് ദുഃഖകരമായ ഒരു കാര്യം കൂടിയാണ്. അതോടൊപ്പം തന്നെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും ഇതിന് സമാനമായ നിർമ്മാണ പ്രവൃത്തികൾ ഇപ്പോഴും നടക്കുന്നു എന്നുള്ളത് അതിനേക്കാൾ ആശങ്കപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. ഏതായാലും അർജുൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 1 വർഷം പൂർത്തിയാകുകയാണ് ഇന്ന്. വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനും സുധീനുമൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ ചെയ്തു.